ഇടതുപക്ഷ മുന്നണിയുടെ ഓരോ മുന്നണി ഘടക പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളായി. ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ്. ആ സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളായിട്ടാണ് ജയിച്ചു വരിക. അത് ഓരോ പാർട്ടികളും അവരുടെ പ്രവർത്തന രംഗം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ആ പാർട്ടിക്ക് പിന്നിൽ അണിനിരന്ന ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ ആ പ്രതീക്ഷകൾക്കനുസരിച്ചൊന്നും നമുക്ക് സീറ്റുകളോ സ്ഥാനങ്ങളോ കൊടുക്കാൻ നിർവാഹമില്ല. ഉള്ള സീറ്റുകൾ പൊതുമാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ജയിച്ചു വരാൻ കഴിയത്തക്ക നിലയിലുള്ള പൊതു നിലപാടാണ് എല്ലാ പാർട്ടികളും സ്വീകരിച്ചത്. ഇവിടെ ഇത് നിങ്ങൾ പറഞ്ഞത് റബ്ബറിൻ്റെ താങ്ങുവില യഥാർത്ഥത്തിൽ 20 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 160 രൂപയാണ് താങ്ങുവില. കേരള ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് 180 രൂപയാണ്. 160 രൂപയാണ്. നിങ്ങൾ പത്രക്കാർ എഴുതിയതാണ് 170. എവിടെയാണ് 170 ഉള്ളത്? നേരത്തെ 2 വർഷങ്ങൾക്ക് മുൻപ് വേറെയായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ റബ്ബറിൻ്റെ താങ്ങുവില എന്നുള്ളത് 160 രൂപയിൽ നിൽക്കുകയാണ്. ആ 160 രൂപ റബ്ബറിന് വിലയുള്ളപ്പോഴാണ് ഇടതുപക്ഷ ഗവൺമെൻറ് 180 രൂപയായി റബ്ബറിൻ്റെ വില വർദ്ധിപ്പിച്ചത്. ബഡ്ജറ്റ് വരുന്ന ദിവസം എറണാകുളത്തെ റബ്ബറിൻ്റെ മാർക്കറ്റ് 163 രൂപയാണ്. നേരത്തെ അതിലും കുറവായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ റബ്ബർ കൃഷിക്കാർക്ക് 20 രൂപയുടെ വർധനവാണ് കിട്ടിയിട്ടുള്ളത്. ഇതും വലിയ വർധനവാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് റബ്ബറിൻ്റെ വില കൂറ്റൻ കമ്പനികൾ വിലയിടിച്ച് അവർ റബ്ബർ വാങ്ങി കൂറ്റൻ കമ്പനികൾ തടിച്ചു കൊടുത്തു. അവർ പണമുണ്ടാക്കി കൃഷിക്കാരെ പിഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് സംയുക്ത കർഷക സംഘടനകൾ കേരളത്തിലെ ഇത്തരത്തിലുള്ള വലിയ ടയർ കമ്പനികൾക്ക് മുമ്പിൽ CCI ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് അനധികൃതമായി വില കുറച്ച് റബ്ബർ കൃഷിക്കാരിൽ നിന്നും പിഴിഞ്ഞെടുത്ത പണം കൃഷിക്കാർക്ക് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കർഷക സമരം. അതുകൊണ്ട് കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന ഇത്തരം നടപടികൾക്കെതിരെയും റബ്ബർ കൃഷിക്കാർക്ക് ഏതെല്ലാം തരത്തിൽ ഇനിയും സഹായം ചെയ്യാൻ കഴിയുമോ ആ തരത്തിലുള്ള എല്ലാ സഹായങ്ങളും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകും. കൃഷിക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമുള്ള എല്ലാ നടപടികളും ഇനിയും ഗവൺമെൻറ് സ്വീകരിക്കും. കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ മുസ്ലിം ലീഗില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണ് UDF എന്നുള്ള നിലയിൽ അവർക്ക് സമരം സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നത്? മുസ്ലിം ലീഗിനെ കോൺഗ്രസിനോടൊപ്പം കൊണ്ടു നടക്കാൻ BJPക്ക് അതൃപ്തി ഉണ്ടാകുന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഒരു മുന്നണി കേരളത്തിൽ UDF എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവർ ഒന്നിച്ച് നിൽക്കുന്നു. പക്ഷേ ഈ ജാഥയിൽ മുസ്ലിം ലീഗിനെ കൂട്ടിയോ? മുസ്ലിം ലീഗിനെ ബഹിഷ്കരിച്ചില്ലേ? മുസ്ലിം ലീഗിനെ പുറത്താക്കിയില്ലേ? മുസ്ലിം ലീഗിനെ ഈ ജാഥയിൽ കൂട്ടിയാൽ കൊണ്ടു നടന്നാൽ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള രാഷ്ട്രീയ നിഗമനത്തിലെത്തി. അതിൻ്റെ ഫലമായിട്ട് ഒരു മൃദു
RSS സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ എത്രയോ കാലമായി UDFിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അപമാനിച്ചു വിട്ടില്ലേ? മറ്റൊരു പാർട്ടികളെയും കൊണ്ട് നടക്കുന്നില്ലല്ലോ. ഇത് തെറ്റായിട്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ വലിയ തോതിൽ പണവും ആർഭാടവും ഒക്കെ നടത്താം UDFന്. ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ ഒരു ബസ് വാങ്ങി യാത്ര ചെയ്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു വാഹനം വാങ്ങി അത് പ്രത്യേകമായിട്ട് വലിയ വിലപിടിപ്പുള്ള ഗ്ലാസ് കൊണ്ടുവന്ന്, ഒരിക്കലും ഉടഞ്ഞു പോകാത്ത ആകർഷകമായ വിലപിടിപ്പുള്ള ഗ്ലാസ്, അത് എയർ കണ്ടീഷൻ ചെയ്തു. വലിയ തോതിൽ ആർഭാടപരമായ ഒരു വണ്ടിയല്ലേ. ഇന്നലെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടപ്പോൾ എത്രയാ വണ്ടി? 10-75 വണ്ടികളല്ലേ. ഇടതുപക്ഷ മുന്നണിയെ കുറ്റം പറഞ്ഞ് നടക്കുകയായിരുന്നല്ലോ. നടന്നിട്ടാണ് ഇപ്പോൾ വരുന്നത്. VD സതീശൻ വാഹനം ഉപയോഗിച്ചിട്ടല്ലേ. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ നടന്നിട്ടാണോ ജാഥ നടത്തുന്നത്? ഇവിടെ ആകെ ഒരു വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ബസ് ഉപയോഗിച്ചതിനാണ് എത്രമാത്രമായി ഇവിടെ ആക്ഷേപിച്ച് നടന്നത്. ഇപ്പോഴെന്താ പറയാനുള്ളത്? അതുകൊണ്ട് വലിയ തോതിൽ ആർഭാടമാണ് അവർ നടത്തുന്നത്. കുറ്റം പറയുമ്പോൾ അവർ ആലോചിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവ് കുറച്ച് ബാധ്യതകളില്ലാതെ സംഭാവനകൾ സ്വീകരിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടാണ് നടത്തിയത്. അതുപോലെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്ക്. അത് കോൺഗ്രസിൻ്റെ ആർഭാടകരമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടേ കാണാൻ സാധിക്കും. അവിടുത്തെ ഒരു പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏറ്റുകാരൻ്റെ കുടുംബത്തിന് ഡോക്ടറായി കൂടെ അല്ലേ? ഏറ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഈഴവനാണ്. ചെത്തുകാരൻ്റെ കുടുംബത്തിന് ഡോക്ടറായി കൂടാ, എഞ്ചിനീയറായി കൂടാ, ബിസിനസ്സുകാരായി കൂടാ, ചെത്തുകാരനായി നടക്കണമല്ലേ? ഈ മനോഭാവമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഈഴവന്മാരെ പരസ്യമായി അവമാനിക്കുകയല്ലേ ചെയ്തത്. ജാതി അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങൾ അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈഴവന്മാരോട്, ഈഴവ സമൂഹത്തോട് തന്നെ കാണിക്കുന്ന തെറ്റായൊരു നടപടിയല്ലേ. ഇന്നലെ നിങ്ങളുടെ ചില പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെടുത്ത് നോക്ക്. കോൺഗ്രസ് എവിടെ അധപ്പതിച്ചു, അതിൻ്റെ ഒരു ഉദാഹരണമാണത്. നിങ്ങൾ നോക്കൂ, UDFിലൊരു ഘടക പാർട്ടിയാണ് RSP പ്രേമചന്ദ്രൻ. നരേന്ദ്രമോദി ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ. എന്താ അതിൻ്റെ അന്തർധാര? BJPയും UDFും തമ്മിലുള്ള അന്തർധാര എന്ത്? ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അവിടെ ലോകസഭയിലെ പ്രാഭിമുഖ്യമാണ് വലുതെങ്കിൽ ആദ്യം ക്ഷണിക്കേണ്ടത് കേരളത്തിൽ നിന്ന് UDFിൻ്റെ ആളാണെങ്കിൽ ശശി തരൂരിനല്ലേ ക്ഷണിച്ചോ? ഈ ക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താ? അതൊരു പുതിയ അന്തർധാരയാണ്. BJPയുമായിട്ടുള്ള RSSുമായിട്ടുള്ള ബന്ധമാണത്. ഇവിടെ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നോക്ക്. ഗുജറാത്തിൽ നർമ്മദ ജില്ലയിൽ ദെഡിയാപ്പാടിൽ ഈ ഞായറാഴ്ച ഒരു ക്രിസ്തീയ പ്രാർത്ഥനാ സമ്മേളനം ചേരണം. പ്രഭാഷണങ്ങളും പ്രാർത്ഥനയുമാണ് അജണ്ട. സംഘപരിവാർ നടത്താൻ വിട്ടോ? അവസാനം അവിടെ UPയിൽ VHP നടത്തിയിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് ഭയന്ന് ഗുജറാത്തിൽ ക്രിസ്തീയ മതവിഭാഗങ്ങൾ ആ പരിപാടി ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ഹൽദ്വാനി മദ്രസയും നമസ്കാര സ്ഥലവുമെല്ലാം പൊളിച്ചു മാറ്റി അടിച്ചോടിച്ചില്ലേ? അവിടെ കലാപമല്ലേ, വെടിവെപ്പല്ലേ? ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് 6 പേര് വെടിയേറ്റ് മരിച്ചു എന്നാണ്.
ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.